ജപ്പാനിൽ നിന്നും വരുന്ന വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്കാണ്. ഇപ്പം ഇന്ന് CNN വെബ്സൈറ്റിൽ അത് വന്നിട്ടുണ്ട്. അപ്പം അതിനു മുമ്പ് അവിടുത്തെ ഏജിങ് പ്രായമുള്ളവരുടെ എണ്ണം കൂടുന്നു. അതിനെപ്പറ്റി നേരത്തെ പല വാർത്തകൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ വാർത്ത റെഗുലറായിട്ട് ഗ്ലോബൽ മീഡിയയിൽ വരുന്നുണ്ട്. ഞാനും അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പം വരുന്ന വാർത്ത, ജപ്പാനിലെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്ന 12,50,00,000. അതായത് കേരളത്തിൻ്റെ 3.5 കോടിയും തമിഴ്നാടിൻ്റെ 7 കോടിയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ കേരളവും തമിഴ്നാടും ക്ലബ്ബ് ചെയ്യുമ്പോൾ ഒരുമിച്ച് നിൽക്കും. അത്രയാണ് അവരുടെ ഏകദേശ പോപ്പുലേഷൻ, ജനസംഖ്യ എന്ന് പറയുന്നത്. ഇപ്പം പുതിയ കണക്കനുസരിച്ച്, ജപ്പാൻ്റെ സർവേ അനുസരിച്ച് വരുന്നത് 90 ലക്ഷം വീടുകൾ, അതായത് 9 മില്യൺ വീടുകൾ ജനങ്ങൾ അടച്ച് അത് ഉപേക്ഷിച്ച് പോയിട്ട്, അതായത് വലിയ ബംഗ്ലാവ് വീടിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് ഉപേക്ഷിച്ച് പോയിട്ട് അവർ 2 ബെഡ്റൂം അല്ലെങ്കിൽ 1 ബെഡ്റൂം, കാരണം ഇവർക്കൊക്കെ പ്രായമായി, ഈ വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അവർ ചെറിയ വീടുകളിലോട്ട്, സിറ്റി സൈഡിലോട്ട് അങ്ങ് മാറി. ഇവരുടെ മക്കൾക്ക് ഈ വീട് വേണ്ട, ഇവരുടെ കൊച്ചുമക്കൾക്ക് വേണ്ട, ഇവരുടെ ബന്ധുക്കൾക്കും വേണ്ട. അതായത് 90 ലക്ഷം വീടുകളാണ് അടച്ച് ഒഴിഞ്ഞ് അവരും ഇട്ടിട്ട് പോയേക്കുന്നത്. അപ്പം ഇതിൻ്റെ കണക്കനുസരിച്ച്, സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് പറയുന്നത്, ഏകദേശം 5 വർഷം കഴിയുമ്പോൾ അത് 2 കോടിയോളം വീടുകൾ ഇതേപോലെ അടച്ച് ഉപേക്ഷിച്ച് പോകും. ആലോചിച്ച് നോക്കുക, കേരളത്തിൽ വീട് അടച്ചിട്ടിട്ട് പലരും പുറത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. അതിൻ്റെ കണക്കെന്ന് പറയുന്നത് 8 മുതൽ 9 ലക്ഷമാണ് അവസാനത്തെ സർവേയിൽ പറയുന്നത്. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. 90 ലക്ഷം വീടുകൾ അടച്ചിട്ടിരിക്കുക, അത് ഉപേക്ഷിച്ചു. അവർ അടച്ചിട്ട് പോയേക്കുമല്ല, അവർക്കത് വേണ്ട, അവർ ചെറിയ വീട്ടിലോട്ട് മാറി. പിന്നെ മറ്റൊരു സ്റ്റോറി ഞാൻ നേരത്തെ ചെയ്ത ആ സ്റ്റോറിയുടെ എന്താണ് എൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്, ഇപ്പം ജപ്പാനിൽ ഈ പ്രായമുള്ളവർ കാരണം ഇവർ നടത്തുന്ന ബിസിനസ്, ഫാമുണ്ട്, പശുവുണ്ട്, അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയ ഫാക്ടറി ഉണ്ട്. 70 പേരോളം ജോലി ചെയ്തിട്ട് ഇതിനെപ്പറ്റി റിപ്പോർട്ട് വന്ന. അപ്പം ഇയാൾക്ക് അയാളുടെ ബിസിനസ്സും ഈ സംഭവങ്ങളും മക്കൾക്ക് നടത്താൻ താല്പര്യമില്ല. കാരണം അവർക്ക് 1% പോലും താല്പര്യമില്ല ആ ബിസിനസ്സും ഫാമും ആ വീടും കൊണ്ട് കിടക്കാൻ. എന്നിട്ട് ഇയാൾ 5ഓളം പ്രാവശ്യം ജാപ്പനീസ് ന്യൂസ് പേപ്പറിൽ പരസ്യം കൊടുത്തു, ഇത് പൂർണ്ണമായിട്ടും ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് തരാൻ തയ്യാറാണ്. ഒരാൾ പോലും ആ ബിസിനസ്സോ വീടോ അദ്ദേഹത്തിൻ്റെ ഫാമോ സ്ഥലമോ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഇത് ഒന്നല്ല, ഇതേപോലെ പല സംഭവങ്ങളും ജപ്പാനിൽ സംഭവിക്കുന്നുണ്ട്. അതായത് അവിടെയുള്ള പുതിയ തലമുറയ്ക്ക് വിവാഹത്തോടും കുട്ടികളോടും താല്പര്യമില്ല. ലിവിങ് ടുഗദറാണ്, കുട്ടികൾ വേണ്ട എന്നുള്ള കർക്കശ നിലപാടിലാണ്. അപ്പം ഇങ്ങനൊരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടാവുകയാണെങ്കിൽ ജപ്പാൻ എന്ന് പറഞ്ഞ രാജ്യം എങ്ങോട്ട് പോകും? അതുമായിട്ട് ബന്ധപ്പെട്ട് 2017 ഒരു ഹിസ്റ്റോറിക്കൽ ലീഗലൈസ്ഡ് സംഭവം, അതായത് ലെജിസ്ലേഷൻ അവിടെ കൊണ്ടുവന്നു. അതായത് കൺസെൻറ്റ് ഏജ് എന്ന് പറയുന്നത് 13 നിന്നും 16 ആക്കി. അതായത് സെക്സ് ചെയ്യുന്നതിൻ്റെ കൺസെൻറ്റ് ഏജ്, അതായത് സെക്ഷൽ അസോൾട്ടിൻ്റെ സംഭവം. അപ്പോൾ അതിനെ തുടർന്ന് ഈ അസോൾട്ടിൽ ഇടപെടുന്ന പ്രതിക്ക് അയാൾക്ക് ശിക്ഷാവിധി കുറച്ചു. കാരണം അതൊരു വലിയ തെറ്റല്ല എന്നുള്ള രീതിയിലോട്ട് മാറ്റിക്കൊടുത്തു. കാരണം എങ്ങനെയെങ്കിലും സെക്സ് ചെയ്യട്ടെ, കുട്ടികളുണ്ടാകട്ടെ. കാരണം ഏറ്റവും അതിൻ്റെ അകത്ത് പഠനത്തിൽ പറയുന്നത്, സ്ത്രീകളെക്കാളും സെക്സിനോട് 1% പോലും താല്പര്യം കാണിക്കുന്നില്ല അവിടുത്തെ പുരുഷന്മാർ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫ്രഞ്ച് പത്രം ഇതിനെപ്പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു ആർട്ടിക്കിൾ, അപ്പം ഞാനതും ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിച്ചു നോക്കി. അതിനകത്ത് പറയുന്നത് ഇതിനെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനൊക്കെ അപ്പുറമാണ്. അതായത് ജാപ്പനീസ് പോൺ മൂവി, അതായത് സെക്ഷൽ മൂവീസ്, ഇറോട്ടിക് മൂവീസ്, അത് ആ പേരാണെന്നല്ല പറയുന്നത്. അത് പ്രൊഡക്ഷൻ ചെയ്യുവാൻ അവിടുത്തെ സർക്കാർ പണം കൊടുക്കുകയാണ്. നിങ്ങളത് ആരെങ്കിലും ഉണ്ടാക്കുക. കാരണം നേരത്തെ അവിടെ കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു, പ്രൈവറ്റ് പാർട്ട് കാണിക്കാൻ പറ്റത്തില്ല.
ചെറുതായിട്ട് അത് മാസ്ക് ചെയ്ത് പോകുമായിരുന്നു. ഇതെല്ലാം ഓപ്പണായിട്ട്. കാരണം അങ്ങനെങ്കിലും ആളുകൾ സെക്സിനോട് താല്പര്യം വരണം, കുട്ടികളുണ്ടാകണം. ഗവൺമെൻറ് ഫണ്ട് ചെയ്യുവാണ് പോൺ മൂവീസ് ഉണ്ടാക്കുവാൻ. അപ്പം ആ പത്രത്തിലെ റിപ്പോർട്ടിൽ പറയുക, അതിനകത്ത് ആണുങ്ങളെ പോൺ മൂവീസിൽ മെയിൽ കഥാപാത്രങ്ങളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അരമണിക്കൂർ മൂവിയിൽ അഭിനയിക്കുന്ന ഒരാൾക്ക് അവർ കൊടുക്കുന്നത് ഇന്ത്യൻ കറൻസി 1.5 കോടി രൂപയാണ്. 1.5 കോടി രൂപയാണ് പോൺ മൂവീസിൽ അഭിനയിക്കുന്ന ഒരു മെയിലിന് കൊടുക്കുന്നത്. അതും ഇതേ മുഖം തന്നെ പല ആവർത്തി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം മറ്റുള്ള ആണുങ്ങളെ പോലും കിട്ടുന്നില്ല ഈ മൂവിയിൽ അഭിനയിക്കാൻ. പെണ്ണുങ്ങളെ കിട്ടുന്നുണ്ട്. ആലോചിച്ച് നോക്കുക ഏത് സ്ഥിതിയിലോട്ടാണ് ജപ്പാൻ എന്ന് പറഞ്ഞ രാജ്യം പോകുന്നത്. ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്നു, അതേപോലെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്കും ഈ അഭിനയിക്കുന്നവർക്കും പ്രത്യേക സ്കീമുണ്ട്. അതേപോലെ തന്നെ ഇറോട്ടിക് ബുക്സ് അത് എഴുതുന്നവർക്ക് ഗവൺമെൻറ് ഭയങ്കരമായിട്ടാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഇതെങ്കിലും അവിടുത്തെ ചെറുപ്പക്കാർ വായിക്കട്ടെ. ഇപ്പം ഈ രീതിയിലോട്ടാണ് ജപ്പാൻ്റെ പോക്ക് പോകുന്നത്. ഇത് നിങ്ങളിത് വായിക്കുവാണെങ്കിൽ ഭയങ്കര അതിശയമുണ്ടാകുന്ന സംഭവമാണ്. അതായത് പുതിയ ലോകം എന്ന് പറയുന്നത്, ഒന്നാമത് നമുക്കറിയാവുന്ന വസ്തുതയാണ്, ജപ്പാൻ എന്ന് പറയുന്നത് ഒരു ഡെവലപ്ഡ് രാജ്യമാണ്. സാമ്പത്തികമായിട്ടൊക്കെ ടെക്നോളജി വൈസും. ഇതേപോലെ ഡെവലപ്ഡ് രാജ്യങ്ങളിലെല്ലാം ഈ രീതിയാണ് യൂറോപ്പിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ജപ്പാനാണ് ലോകത്തിലിപ്പം വേസ്റ്റ് കണ്ടീഷനിലോട്ട് പോകുന്നത്. കുട്ടികൾ വേണ്ട, ആ രീതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ചൈനയിൽ അതേപോലെ പ്രശ്നമുണ്ടായി. ചൈനയിലാണ് ഒരു സമയത്ത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉണ്ടായിരുന്നു. ഇന്ത്യയെക്കാൾ അതിനുശേഷമാണ് ഇന്ത്യ ഓവർടേക്ക് ചെയ്യുന്നത്. അപ്പോൾ ചൈനയിൽ പുതിയ നിയമം വന്നു, 2 കുട്ടികളാകാം, 3 കുട്ടികളാകാം. കാരണം ചൈനയിൽ പട്ടാളത്തിൽ ജോയിൻ ചെയ്യാൻ ചെറുപ്പക്കാരെ കിട്ടുന്നില്ല. ചൈനയിൽ ചെറുപ്പക്കാരുടെ മാൻ പവറിൻ്റെ ഷോർട്ടേജ് ഉണ്ടായി. അതിൻ്റെ പേരിൽ അവിടെയും വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു. ഇതേപോലുള്ള സംഭവങ്ങൾ അവിടെയും കൊണ്ടുവരികയാണ്. കാരണം ലോകത്ത് മാൻ പവർ ഇല്ലാതെ വരുന്നു. ആളുകളുടെ ഏജ് കൂടുന്തോറും പുതിയ ജനറേഷൻ ഇത് ഏറ്റെടുക്കാൻ ആർക്കും തയ്യാറില്ല. ജപ്പാനിലെ സ്ഥിതി ഇതിനേക്കാളും കഷ്ടമാണ്. അവിടുത്തെ ചെറുപ്പക്കാർക്ക് ബിസിനസ് ചെയ്യാനുള്ള താല്പര്യം കുറയുന്നു. അവർക്കൊരു ചെറിയ ജോലിയും ആ സംഭവമൊക്കെ മതി. വലിയ റിസ്ക് എടുത്ത് ബിസിനസ് ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. കാരണം അവൻ പൂർണ്ണമായിട്ടും ജാപ്പനീസ് മാറുക. വലിയ ബിസിനസ് ചെയ്യണം, പണം ഉണ്ടാക്കണം, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ അവിടുത്തെ പുതിയ ജനറേഷൻ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു. ജപ്പാനിലെ നിയമം നിങ്ങൾക്കറിയാം. ഇപ്പോൾ വിദേശികളെ അവർ വിദേശികളായിട്ടേ കാണത്തുള്ളൂ. അവിടെ സിറ്റിസൺഷിപ്പ് ഒന്നും കൊടുക്കത്തൊന്നുമില്ല. വലിയ പാടാണ് അവിടെ കിട്ടാൻ. അപ്പം അവിടെ ജോലി ചെയ്യാൻ തിരിച്ചു പോകാം. അപ്പം ഈ ഒരു രീതിയിൽ ജപ്പാൻ പോവുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു കാരണമുണ്ട്. അതിൻ്റെ പേരിലാണ് പലതിലും ചൈന മുന്നോട്ട് കയറി. കാരണം അവർക്ക് ഈ പറയുന്ന പോലെ വർക്കേഴ്സും മാൻ പവറൊന്നും കിട്ടുന്നില്ല. ഇപ്പോൾ ജപ്പാനിലുണ്ടാക്കുന്ന ജാപ്പനീസ് മെയ്ഡ് ഒരു കാറ്, ഇപ്പോൾ ടയോട്ടയാണെങ്കിലും മറ്റേത് കാറാണെങ്കിലും അതിൻ്റെ 60 മുതൽ 70% അതിൻ്റെ വർക്കുകളെല്ലാം നടക്കുന്നത് ചൈനയിലാണ്. അപ്പോൾ കുറച്ചത് വിയറ്റ്നാമിൽ പോയിട്ടുണ്ട്, കുറച്ചിപ്പോൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. കാരണം അവിടെ മാൻ പവർ ഇല്ലാതായി. കാരണം ജോലി ചെയ്യാൻ ആളിനെ കിട്ടുന്നില്ല. അപ്പോൾ ഈ സ്ഥിതിവിശേഷം ജപ്പാനിൽ നിലനിൽക്കുകയാണെങ്കിൽ വരാനുള്ള വർഷം പ്രായമുള്ളവരുടെ എണ്ണം കൂടും, ചെറുപ്പക്കാരുടെ എണ്ണം കുറയും. കാരണം കുട്ടികളുണ്ടാകുന്നില്ല. ബേബി ബൂം എന്നൊരു സംഭവം ഉണ്ടാകുന്നേ ഇല്ല. അവർക്ക് കുട്ടികളെ വേണ്ട. ഒരു കാരണവശാലും ഒരു കുട്ടികളെ വേണ്ട എന്നുള്ളതാണ് ആ സർവേ നടത്തിയപ്പോൾ ഏകദേശം 85% ചെറുപ്പക്കാരുടെയും താല്പര്യം. അവർ കുട്ടികളെ വേണ്ട, ലിവിങ് ടുഗദറാണ്, അവരവരുടെ കാര്യം നോക്കുന്നു, പോകുന്നു. ഈ സ്ഥിതി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഇത് വല്ലാത്തൊരു ഭീകര അന്തരീക്ഷമാണ് ജപ്പാനിൽ നിന്നും ലോകത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ്.